ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ ഗിണ്ടിക്കടുത്തുള്ള സെൻറ് തോമസ് മൗണ്ടിലാണ്. ഇത് പ്രസിദ്ധമായ ഒരു മലയാണ്. ഈ മലയുടെ മുകളിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയുമുണ്ട്. 500 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള സെൻറ് തോമസ് ലീഹായുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. ധാരാളം ആളുകൾ ഇവിടെ വരികയും നേർച്ചകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒന്ന് കാണാൻ വന്നതാണ്. ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ഇളയ മകളുണ്ട്, എൻ്റെ അമ്മാവൻ്റെ മകൻ ജിജോയും ഉണ്ട്. ജിജോയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇവിടെ പെരുന്നാൾ നടക്കുകയാണ്. ജൂലൈ 3 സെൻറ് തോമസ് ഡേ ആയി ആചരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ മാസം മുഴുവൻ ഇവിടെ വലിയ പെരുന്നാളാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വെള്ളി, ശനി, ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ കുത്തനെയുള്ള ഒരു കയറ്റമാണ്. തമിഴിൽ ഈ മലയ്ക്ക് പെരിയ മലൈ എന്നും പറങ്കി മലൈ എന്നൊക്കെ പറയാറുണ്ട്. ഈ മലയുടെ ചരിത്രം ആരംഭിക്കുന്നത് 70കളിലാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ലീഹ സുവിശേഷ പ്രചാരണത്തിനായി ഇന്ത്യയിലെത്തിയത് AD 52-ലാണ്. AD 70-ൻ്റെ ആരംഭത്തിൽ ചെന്നൈയിലുള്ള മൈലാപ്പൂർ എന്ന സ്ഥലത്ത് എത്തി താമസിച്ച് ഈ മലയുടെ പരിസരങ്ങളിൽ അദ്ദേഹം സ്ഥിരമായി സന്ദർശിക്കുകയും ഇവിടെയുള്ള ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുകയും ഉണ്ടായി. ഈ മലയുടെ മുകളിലാണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി ഒരുപാട് സമയം ചെലവിട്ടത് എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാം. ഇത് അവിടെയുള്ള പള്ളിയുടെ ഒരു സൈഡാണ്. പള്ളിയുടെ മുൻഭാഗത്തേക്ക് നമ്മളിതിലെ ചുറ്റി പോകണം. നമുക്ക് ഇപ്പുറത്തൂടെ പോകാം. കാരണം ഇവിടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ആദ്യം പോകാം. അതിനുശേഷം പള്ളിയുടെ ഉള്ളിൽ കാണിക്കാം. ഇത് കണ്ടില്ലേ, സൈഡിൽ കൂടി ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ്. സെൻറ് തോമസിൻ്റെ രൂപമാണ്, മരിച്ചു കിടക്കുന്ന ഓർമ്മകൾ. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ക്രിസ്ത്യാനി തോമാസ് ലീഹയാണ്. ക്രിസ്തീയ മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ AD 72 ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി എന്ന് പറയാം. അതിനുശേഷം നമ്മളിങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കൊടിമരമാണ്. കൊടിമരത്തിൻ്റെ ചുറ്റുമൊക്കെ ഒരുപാട് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കൊടി തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിൽ നിന്നും. മദർ തെരേസേൻ്റെ രൂപമാണ്. കണ്ടില്ലേ, സന്ധ്യ സമയമായതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. യേശുവിൻ്റെ യേശുവിൻ്റെ കുരിശുരൂപം ഇവിടെയാണ്. യേശുവിൻ്റെ അമ്മ മഗ്ദലനക്കാരി മറിയം, യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ, അവരുടെ രൂപങ്ങളുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ മോശമാക്കിയില്ല, ഞങ്ങളിവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു പന്തലൊക്കെ ഇട്ട് പ്രാർത്ഥനയും കുർബാനയൊക്കെ ഇവിടേക്കാണ് ചെയ്തിരിക്കുന്നത്. പള്ളീൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നിട്ട് ഒത്തിരി ആളുകൾ ഇത് കണ്ടില്ലേ, ആൾത്താരെയൊക്കെ വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണ്. നോക്കിക്കേ, മനോഹരമായ പൂക്കളാലൊക്കെ നല്ല ഭംഗിയുണ്ട്. വലിയ ആൾത്താരെയാണ്. ഇവിടെ കുർബാന നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ചെറിയ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകത മാതാവിൻ്റെ രൂപം ഇവിടെ കണ്ടിട്ടുണ്ട്. ഗർഭിണിയായ മാതാവിനെ അവിടെ കാണിക്കുന്നത്. അച്ഛൻ പ്രസംഗിക്കുന്നുണ്ട്. എനിക്കിന്ന് ഓരോ വീട്ടുകാരുടെ നിയോഗം വെച്ചിട്ടാണെന്ന് തോന്നുന്നു അച്ഛൻ പറഞ്ഞ. തമിഴായതുകൊണ്ട് പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവും. അതാണ്. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, പറയാനൊന്നും അറിയില്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരുപാട് ആളുകളുണ്ട്. കസേരയൊക്കെ ഇട്ട് വലിയ പന്തൽ കെട്ടിയിട്ടാണ്. ഇതിങ്ങനെ എല്ലാ ആഴ്ചയും ജൂലൈ മാസത്തിലുള്ള എല്ലാ വെള്ളി, ശനി, ഞായറും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. താഴെ മ്യൂസിയം ഉണ്ട് കേട്ടോ. നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം. മ്യൂസിയം കണ്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇതാ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെൻറ് തോമസിൻ്റെ മരണത്തിനു മുമ്പ് കുന്തം കൊണ്ട് കുത്തുന്ന ഒരു ദൃശ്യമാണിത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, കുത്തുകൊണ്ടിട്ട് അദ്ദേഹം ഇവിടെ വെച്ച് മരിച്ചില്ല. അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ട് അദ്ദേഹം താമസിക്കുന്ന മൈലാപ്പൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ചാണ് മരിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം സെൻറ് തോമസിനെ അടക്കുന്നതിന് മുമ്പുള്ളൊരു ദൃശ്യം ഉണ്ട്. കാണിച്ചു തരാം. അടക്കുന്നതിന് മുമ്പുള്ള ഒരു ദൃശ്യമാണിത്.
ഇവിടുന്ന് മൈലാപ്പൂർ എന്ന സ്ഥലത്ത് ഒരു 15 കിലോമീറ്ററേ ഉള്ളെന്നാണ് പറയുന്നത് അവിടെ പോകാൻ. മരണത്തിന് തൊട്ട് മുമ്പ് അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യവും കൂടിയുണ്ട്. എന്തായാലും മൈലാപ്പൂർ പോകാൻ എനിക്ക് സാധിച്ചില്ല. പ്രാർത്ഥിക്കുന്നതാണ് സെൻറ്റ് തോമസ് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ദൃശ്യവും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അതാണ്. അതിനുശേഷം ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ തിരികത്തിക്കാൻ പോയി. മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ തിരികത്തിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും തിരികത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, തിരികത്തിച്ചതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ ഉള്ളു കാണാൻ പോയി. പള്ളീൻ്റെ ഉൾവശം കാണാൻ വേണ്ടി പോയി. ആയിരത്തി 1523 സെൻറ്റ് തോമസിൻ്റെ ഓർമ്മയ്ക്കായി പോർച്ചുഗീസുകാരുണ്ടാക്കിയ പള്ളിയാണിത്. പള്ളിയുടെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. വേണ്ടല്ലേ, ഇത് പുറമെയാണിത്. ശരിക്കും ഒരുപാട് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പൊളിഞ്ഞു പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ലപോലെ മിനുസപ്പെടുത്തി. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം. പള്ളിയുടെ ഉൾവശമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും 500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയിലേക്ക് വരാനും ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടില്ല, ഇത്രയും പഴക്കമുള്ള പള്ളിയാണ്. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങോട്ട് ഇവിടെ വരണമെന്നോ ഈ പള്ളി കാണുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിക്കൂട്ടി വന്നതൊന്നുമല്ല. ഞാൻ മോളുടെ ഒരു എക്സാമിന് അങ്ങനെ വന്നതാണ് ചെന്നൈയിൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പെരുന്നാളുണ്ടെന്ന് അറിഞ്ഞതും എനിക്കിവിടെ വരാൻ സാധിച്ചതും. ഇത് കണ്ടോ, യേശുക്രിസ്തു ഉയർത്തെഴുന്നപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ തോമാശ്ലീഹ ഉണ്ടായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊട്ട് വിശ്വസിച്ചുമില്ല. യേശുവിൻ്റെ മുറിവിൽ തൊട്ടു നോക്കി വിശ്വസിക്കുന്ന ചിത്രമാണത്. പിന്നെ അധിക സമയം ഞങ്ങളങ്ങ് നിന്നില്ല, ഞങ്ങൾ പോരാൻ നോക്കുകയാണ്. താഴ്ഭാഗം കണ്ടില്ലേ, അതിൻ്റെ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് നോക്കിയാൽ ചെന്നൈ മൊത്തം കാണുന്ന രീതിയിലാണ്. എയർപോർട്ടാണ് താഴെ. കണ്ടോ, ചെന്നൈ നഗരം കാണാൻ അങ്ങ് ലൈറ്റ് കണ്ടോ, വിമാനം പറന്നു കണ്ടോ, ആ കുരിശിൻ്റെ പുറകിൽ കൂടെ പോകുന്ന കണ്ടോ. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ പറയാം. എന്തൊരു ഭംഗിയാണെന്നറിയോ, പ്രത്യേകിച്ച് ഈ ഒരു സമയം സന്ധ്യസമയമായതുകൊണ്ട്. നോക്കിക്കേ, അത് കണ്ടോ, വിമാനം പോകുന്ന കണ്ടോ. ലൈറ്റും കൂടി അങ്ങ് വന്നപ്പോൾ ഉണ്ടല്ലോ വളരെ ഭംഗിയാണ്. ഇനി തോമാശ്ലീഹയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു തേരെഴുന്നള്ളിപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. അതാ വരുന്നുണ്ട്. நகரமே யாவே தங்கிய சீனாய் சிகரமே அழிந்திடா பேலை அழகான சோலை பின்னகு வாசலி மாசிலா அகமே அகமே அருள் நிலையுதமா நந்தவனம் போலிந்த அருளே அருளால் இதுக்கப்புறம் தான் கஷ்டமே. அந்த ஆப்பிள் செட்டு തോമാശ്ലീഹ വഹിച്ചുകൊണ്ടുള്ള തേരെഴുന്നള്ളിപ്പാണിത്. കുത്തനെ കയറ്റായതുകൊണ്ട് ആളുകൾ വണ്ടി ഉന്തി കയറ്റുകയാണ്. അങ്ങനെ പ്രസിദ്ധമായ മലയും 500 വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയും തോമാശ്ലീഹ പ്രാർത്ഥിച്ച സ്ഥലവും എല്ലാം നമ്മൾ കണ്ടു. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്. അപ്പോഴും മറക്കരുത്, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.